മാനസികാരോഗ്യ പ്രശ്നങ്ങളും സ്പിരിച്വാലിറ്റിയും ഇതന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ വീഡിയോയിലെയും ടോപ്പിക്. പാറ്റേൺ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മനസ്സിൻ്റെ അടിത്തട്ടിൽ രൂപപ്പെടുന്ന ചില പാറ്റേണുകളുണ്ട്. അതായത് നിരന്തരമായിട്ട് വഴക്ക് പറയുകയും ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആവുകയും ചെയ്യുന്ന ചില പാരൻസിൻ്റെ കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ അവരൊരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതുപോലെ തന്നെ സ്ട്രിക്റ്റായ എപ്പോഴും വഴക്ക് പറയുന്ന ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതവർ കോൺഷ്യസ് ആയിട്ട് ചെയ്യണതല്ല, മറിച്ച് സബ് കോൺഷ്യസ് മൈൻഡിൽ അവർക്ക് ശീലമായിട്ടുള്ള ഒരു ജീവിത രീതിയുണ്ട്. ഇങ്ങനെ പാരൻസ് എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയുന്നു, അവർ ഡിപ്പെൻഡ് ചെയ്ത് വളരുന്നു, അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ, സോ അത് അവർക്ക് പരിചിതമാണ്. അപ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പരിചിതമായിട്ടുള്ള ഒരു അനുഭവം കിടക്കുന്നത് കൊണ്ട് ആ അനുഭവം തന്നെ തരുന്ന ആളുകളെ നമ്മൾ അട്രാക്റ്റഡ് ആവുകയാണ്. മിസ്ട്രീറ്റ് ചെയ്യപ്പെട്ട് ശീലമായ ഒരു വ്യക്തി മിസ്ട്രീറ്റ് ചെയ്യുന്ന ആളുകളെ തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. കാരണം അവരെ സംബന്ധിച്ച് അത് മിസ്ട്രീറ്റ് ആണ്, അതിൽ മോശമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് പറ്റണില്ല. മറിച്ച് അവർക്ക് ഇങ്ങനെയാണ് ശീലം, അതുകൊണ്ട് അവരത് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളെ ശീലങ്ങൾ ഉണ്ടാവുമല്ലോ, നമുക്കിപ്പോൾ ഒരു ചെറിയ ജോലി പോലും ചെയ്യുമ്പോൾ നമുക്ക് നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില ശീലങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് നമ്മൾ വേറൊരു സാഹചര്യത്തിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതേ രീതി തന്നെ നമ്മൾ അവലംബിക്കും, അതുപോലെ തന്നെ നമ്മൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാറ്റേണിനെ കുറിച്ച് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം, തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുമ്പോൾ ഈ പാറ്റേണുകൾ എങ്ങനെയാണ് നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു ഹീലിംഗ് പ്രോസസ്സ് നടന്നാൽ മാത്രമേ നിങ്ങൾ ഒരു അൺഹെൽത്തി ആയ റിലേഷൻഷിപ്പിലേക്ക് പോവാതെ കറക്റ്റായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ളൂ. അതായത് നിങ്ങളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു പാർട്ട്ണറെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ അനുഭവിച്ച സങ്കടങ്ങൾ സംഘർഷങ്ങൾ മൂലമുണ്ടാകുന്ന അവസ്ഥകളെ കുറിച്ചൊരു ബോധ്യം കിട്ടി അത് നിങ്ങൾക്കൊരു ഹീലിംഗ് കിട്ടേണ്ട ആവശ്യമുണ്ട്. ഒന്നാമത്തെ കാര്യം ഇതാണ്, ആ പാറ്റേണുകളെ കുറിച്ച് നിങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടാവുക എന്നുള്ളത്. മറ്റൊന്ന്, നമ്മളെ ഒരാൾ മിസ്ട്രീറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റാത്ത വിധം നമുക്കൊരു ബ്ലൈൻഡ്നെസ് ബാധിക്കുന്ന അവസ്ഥയുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് പരിചയമാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതായത് നമ്മളെ അത്ര വില വയ്ക്കുന്നില്ല, നമ്മളൊരു ജോലി ചെയ്യുന്ന നമുക്ക് വേണ്ടി, അതായത് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരാളെ പോലെ അവർ ട്രീറ്റ് ചെയ്യുന്നു, അങ്ങനെയാണ് അവർക്കത് തോന്നിയിട്ടുള്ളത്. അതൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല. ഈ തിരിച്ചറിവ് ഉണ്ടാവാത്ത ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട് എങ്കിൽ, ദൈവമായിട്ട് നിങ്ങൾക്കൊരു ബന്ധമുണ്ട് എങ്കിലും എവിടെയെങ്കിലും ഒരു വെട്ടം കർത്താവ് ഇത് തരും. ദൈവം ഏറ്റവും കൂടുതൽ സൂക്ഷ്മമായിട്ടും ശ്രദ്ധിച്ചും നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു റിലേഷൻഷിപ്പ്, ഒരു വിവാഹത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നത്, ഒരു ജീവിത പങ്കാളിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതൊക്കെ. സോ നിങ്ങൾ ആദ്യം ശരിയായി ട്രീറ്റ് ചെയ്യപ്പെടും, നിങ്ങളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്ന ആ അവസ്ഥയെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഇങ്ങനെയാണ് ഇത്ര നാളും ട്രീറ്റ് ചെയ്തപ്പെട്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എല്ലാവരും എന്നോട് പെരുമാറിയത്, പക്ഷെ അങ്ങനെയല്ല, ശരിക്കും ട്രീറ്റ് ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട് നിങ്ങൾക്കൊരു ബോധ്യത്തിലേക്ക് നിങ്ങൾ വരുവാണ്. ആ അവയർനെസ് ആണ് നിങ്ങളെ പിന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോവുക. ഇനി മറ്റൊന്ന്, എന്തെങ്കിലുമൊക്കെ ഒരു അബ്യൂസിലൂടെ കടന്നു പോവുക. അത് മെൻ്റൽ അബ്യൂസ് ആവാം, സെക്ഷൽ അബ്യൂസ് ആവാം, എന്തെങ്കിലും ചൈൽഡ്ഹുഡിലുണ്ടായ എന്തെങ്കിലും ട്രോമാസ് ആവും. ഇപ്പോൾ വഴക്ക് നടക്കുന്ന ഒരു വീട്, ആ വഴക്ക് നടക്കുന്ന വീട്ടിൽ ആ കുട്ടി അവിടെ അപ്പനും അമ്മയും ഓളിട്ട് വർത്താനം പറയുമ്പോൾ ആ കുട്ടിയും ആ ഒരു പേടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ആ കുട്ടി വളർന്ന് തൻ്റെ ജീവിത പങ്കാളിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഈ സ്വരം ഉയർന്ന് ഇങ്ങനെ പോകുമ്പോൾ ഈ കുട്ടിയുടെ അപ്പം തന്നെ ആ വ്യക്തി 30കളിൽ നിന്നോട്ടെ 40കളിൽ നിന്നോട്ടെ എത്ര വയസ്സാണെങ്കിലും ആ വ്യക്തി അപ്പം തന്നെ അവളുടെ മൈൻഡ് പോകുന്നത് ചൈൽഡ്ഹുഡിൽ പേടിച്ചിരുന്ന ആ കുട്ടിയായിട്ട് ആ ഒരു മൈൻഡ് മാറുകയാണ്. ട്രിഗർ ചെയ്യാന്ന് പറയും. ആ ഒരു മൊമെൻറ്റിൽ ആ ചൈൽഡ്ഹുഡിലെ ആ എക്സ്പീരിയൻസിലേക്ക് ആ മൈൻഡ് പോകും. അതൊരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഈ അപ്പൻ അമ്മ വഴക്കുണ്ടാകുമ്പോൾ അതിനെ പേടിച്ചേരണ്ടിരിക്കുന്ന കുട്ടീന്ന്. അതുകൊണ്ട് തന്നെ ഈ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി സ്വരം ഉയർത്തി സംസാരിക്കുമ്പോൾ പാർട്ട്ണർ വഴക്കിടാൻ വരുമ്പോൾ അവൾ അതിനെ കണക്ട് ചെയ്യുന്നത് ആ പഴയ ചൈൽഡ്ഹുഡ് ട്രോമ ആയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി ഒരു പക്ഷെ ഒരു നോർമൽ കോൺവെർസേഷനിൽ എപ്പോഴെങ്കിലും ഒരു ഡിസഗ്രിമെന്റ് ഉണ്ടായപ്പോൾ ജസ്റ്റ് ഒന്ന് സ്വരം ഉയർത്തിയതായിരിക്കും. പക്ഷെ ആ മുമ്പിൽ മറ്റേ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ചൈൽഡ്ഹുഡ് മുതലുള്ള ആ പഴയ പാസ്റ്റ് വന്ന് ഹിറ്റ് ചെയ്യും. അപ്പോൾ ആ കുട്ടിക്ക് എന്തുണ്ടാവും, അപ്പത്തെ എക്സ്പീരിയൻസ്, അതായത് ഇപ്പം ഞാൻ എൻ്റെ പാർട്ട്ണറായിട്ടോട് വഴക്കുണ്ടാവാമെന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹം അതിനോട് ഒച്ചത്തിൽ ബഹളം വെച്ച് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ മൈൻഡ് ട്രിഗർ ആയത് എവിടെയാണ്, എൻ്റെ ചൈൽഡ്ഹുഡ് ട്രോമയിലാണ്. അപ്പോൾ ഞാൻ ആ മൊമെൻറ്റിനെ, എൻ്റെ പാർട്ട്ണറുമായിട്ടുള്ള ആ നിമിഷത്തിനെ ഞാൻ വിലയിരുത്തുന്നത് ശരിക്കും അപ്പോഴുള്ള പ്രസൻറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് പാസ്റ്റിൽ കിടക്കണ എൻ്റെ എല്ലാ പെയിനും ദേഷ്യവും വെറുപ്പും അതെല്ലാം കൂടെ എൻ്റെ മൈൻഡിലേക്ക് വന്നിട്ട് അങ്ങനെയാണ് ഞാൻ എൻ്റെ പാർട്ട്ണറെ വിലയിരുത്താൻ പോകുന്നത്. അതോടുകൂടി ആ റിലേഷൻഷിപ്പ്
ഒരു തീരുമാനമാവാനുള്ള സാധ്യതയുണ്ട്. കാരണം പ്രസന്റിന്റെ അടിസ്ഥാനത്തിലല്ല ആ ഒരു വഴക്കിന്, ആ ഒരു ഇൻസിഡന്റിനെ നിങ്ങൾ വിലയിരുത്തുക, നിങ്ങളുടെ പാസ്റ്റിൽ കിടക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഇനി സെക്ഷൽ അബ്യൂസ് നേരിട്ടിട്ടുള്ള പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും രണ്ട് രീതിയിൽ അവരുടെ മനസ്സിനെ അത് ബാധിച്ച് കാണപ്പെടുന്നുണ്ട്. ഒന്ന്, ഈ മേഖലയിലുള്ള ഒരു വിശുദ്ധി അവർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അവരുടെ തെറ്റല്ല, അവരുടെ മനസ്സ് ബാധിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നതാണ്. ഒന്നിൽ കൂടുതൽ ആളുകളുമായിട്ട് ഒരു മോശം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അവരുടെ മനസ്സിൻ്റെ അടിത്തട്ടി കിടക്കുന്നുണ്ട്. അപ്പം അത് അവരുടെ മനസ്സിൻ്റെ ഈ വിഷയത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകളെ, അതിൻ്റെ വിശുദ്ധിയുടെ തലങ്ങളെ ഒക്കെ വികലമാകാനുള്ള, അതിന് ശരിയായിട്ട് അവരതിനെ മനസ്സിലാക്കാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊന്നും സംഭവിക്കും, ഓപ്പോസിറ്റായിട്ട് സംഭവിക്കും. ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായ മനുഷ്യന്മാർക്ക് ഇൻറ്റിമസി എന്ന് പറയുന്നത് പേടിപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. സെക്ഷൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സെക്സ് എന്നൊക്കെ പറയുന്നത്, ലൈംഗിക ജീവിതം എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയായിട്ട് മാറാം. പാർട്ട്ണർ അടുത്തോട്ട് വരുമ്പോൾ പേടിക്കുക. ഇനി അഥവാ പെട്ടെന്ന് അത്ര എക്സ്പ്രസ് ചെയ്യുന്നില്ലെങ്കിലും സെക്ഷൽ റിലേഷൻഷിപ്പിൽ പൂർണ്ണമായിട്ടും ഇൻവോൾവ് ആവാൻ പറ്റാതിരിക്കുക, മെൻ്റലിയും ഇമോഷണലും ഒക്കെ ഇൻവോൾവ് ആവാൻ പറ്റും. പേടിച്ച് ഇപ്പോൾ ഇത് വഴക്കുണ്ടാവരുത്, പ്രശ്നം ഉണ്ടാവരുത്, ബന്ധം മുറിയരുത് എന്നൊക്കെ കരുതി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ മനസ്സുകൊണ്ട് അവർ ഉള്ളിലൊരു ഭയം സൂക്ഷിക്കുക. അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ അടുത്തിടപഴകുന്ന സമയത്ത് അറിയാതെ തന്നെ പേടിക്കുന്ന ഒരു അനുഭവം. അപ്പോൾ പോസിറ്റീവ് ഇങ്ങനത്തെ ഒരു നെഗറ്റിവിറ്റി സൈഡിലേക്കും, അല്ലെങ്കിൽ ഈ മേഖലയിൽ നമ്മുടെ കയ്യിൽ നിന്ന് അതിൽ കൂടുതൽ അനാവശ്യമായ തെറ്റുകളുടെ ഇൻവോൾവ് ആവുന്ന സൈഡിലേക്കും ഇതൊക്കെ പോകുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഉദാഹരണങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അതായത് ഇത്രേ ഉള്ളൂ, നിങ്ങൾ ജനിച്ചു വളർന്ന അമ്മയുടെ ഗർഭപാത്രം മുതൽ നിങ്ങൾ ഈ നിമിഷം വരെ നിങ്ങൾ ജനിച്ച് വളർന്ന ആ സാഹചര്യങ്ങളിൽ അനുഭവിക്കുന്ന അനുഭവങ്ങളുടെ ഒരു രജിസ്ട്രേഷൻ, അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് രജിസ്റ്റർ ആവണ ഒരു രീതിയുണ്ട്. അപ്പം എൻ്റെ അമ്മ ഞാൻ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിട്ട് വളർന്ന ഒരാളാണ്. സോ അമ്മ എപ്പോഴും ഇത് ചെയ്താൽ മതി, അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അത് അതുപോലെ തന്നെ അനുസരിക്കും. അപ്പോൾ എനിക്ക് വഴക്ക് കേൾക്കില്ല, അമ്മ പറയണം അങ്ങോട്ട് കേട്ടാൽ മതി. അപ്പം കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, എനിക്ക് ഒരാൾ പറയാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ. കാരണം എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരാൾ അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ തലയിൽ ഇപ്പോഴും കിടക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് എന്തുണ്ടായി, എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് എന്താണെന്ന് അറിയില്ല, സെൽഫ് വർത്ത് എന്താണെന്ന് അറിയില്ല. എന്നെ ആളുകൾ മിസ്ട്രീറ്റ് ചെയ്താലും കുഴപ്പമില്ല എന്ന് ആയി. അത് സാരമില്ല, അതിപ്പോൾ അങ്ങനെയൊക്കെയാണെന്ന് ഞാൻ അറിഞ്ഞുകൊണ്ട് വിശ്വസിക്കുകയല്ല, മറിച്ച് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ അങ്ങനെ ഒരു പാറ്റേൺ രൂപപ്പെട്ട് കഴിഞ്ഞു. അപ്പം എന്നെ നിങ്ങൾ മോശമായിട്ട് ട്രീറ്റ് ചെയ്താലും ഞാൻ അതിനെ ടോളറേറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. എനിക്ക് എൻ്റെ ഭാഗം പറയാൻ പറ്റുന്നില്ല, ഈ അങ്ങനെ എന്നോട് ബിഹേവ് ചെയ്യരുത്, അല്ലെങ്കിൽ എനിക്ക് നോ പറയാൻ പറ്റുന്നില്ല, എനിക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ അങ്ങനെ മിസ്ട്രീറ്റ് ചെയ്യപ്പെട്ട് വളർന്നിട്ടുള്ള ഒരാളാണ്. എനിക്ക് എൻ്റെ ഒപ്പീനിയൻ പറയാൻ പറ്റിയിട്ടില്ല. ഞാൻ എൻ്റെ പാരൻസിനെ കുറ്റം പറയില്ല, അവരുടെ അറിവില്ലായ്മയാണത്. പക്ഷെ ഞാൻ എങ്ങനെയാണ് വളർന്നു വരുന്നത്, അതാണ് എൻ്റെ ബിഹേവിയറിൻ്റെ അടിസ്ഥാനമായിട്ട് മാറുന്നത്. അപ്പോൾ ഞാനൊരു 33 വയസ്സിൽ നിൽക്കുമ്പോഴും ഇപ്പോഴും ഈ നോ പറയാൻ പറ്റാത്തതും അവനവൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്തതും ഒക്കെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് മാറുന്നുണ്ട്. ഞാൻ പേഴ്സണലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ മക്കളോട് പറയും, നിനക്ക് പറ്റാത്ത കാര്യങ്ങൾ നോ പറയാൻ നീ പഠിക്കണം. അപ്പം എനിക്ക് എന്നെ രക്ഷിക്കാൻ പറ്റില്ലെങ്കിലും എൻ്റെ അവയർനെസ് എൻ്റെ അടുത്ത തലമുറയിലേക്ക് ഇത് പോകാതിരിക്കാൻ സഹായിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പാറ്റേൺ മനസ്സിൽ രജിസ്റ്റർ ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ അനുഭവിച്ചു വന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ വല്ലാതെ പേടിച്ചപ്പം എനിക്ക് ആ പേടിയാണ് എന്നെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എപ്പോഴും എല്ലാത്തിനും പേടിയാണ്. അപ്പോൾ എനിക്ക് എന്തോന്നി, എന്നെ സെക്യൂർ ആക്കണം, എന്നെ സംരക്ഷിക്കണം, എനിക്ക് ഉപദ്രവിക്കപ്പെടാൻ പാടില്ല. അപ്പം ഞാൻ സോഷ്യലൈസേഷൻ കുറച്ചു, ആളുകളായിട്ട് ഇടപഴകുന്ന കുറച്ചു, അങ്ങോട്ട് പോലെ കുറച്ചു, യാത്രകൾ കുറച്ചു. അത് ആ ഒരു ആക്ഷനാണത്, അല്ലേ? ഞാനിപ്പോൾ സോഷ്യലൈസ് ചെയ്യാൻ പറ്റാത്തത് ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി എങ്ങനെ ഉണ്ടായത്, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടന്ന ആ പേടി മൂലമാണ് ഉണ്ടായത്. അതെൻ്റെ കോൺഷ്യസ് മൈൻഡിലേക്ക് പോലും ഉണ്ടോ ഇല്ലയോ, ഞാൻ പേടിച്ചിട്ടുണ്ടോ, ഞാൻ പേടി കാരണമാണോ അത് ചെയ്യുന്നത് എന്നെനിക്ക് അറിയില്ല. അതെനിക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നത് ഒരു അനുഭവം, ദൈവാനുഭവം ഉണ്ടായതിന് ശേഷമാണ്. പക്ഷെ ഞാൻ പല കാര്യങ്ങൾ ചെയ്തു. ഞാൻ 25-ാമത്തെ വയസ്സിലാണ് ധ്യാനം കൂടുന്നത്. ധ്യാനം കൂടുമ്പോഴാണ് ആ ചേച്ചി എന്നോട് ചോദിക്കുന്നത്, മോളെ ഇതുപോലെ എന്തെങ്കിലും അനുഭവം ജീവിതത്തിലുണ്ടോ എന്ന്. അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്, എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ടല്ലേ, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഒരു പ്രശ്നത്തെയാണ് ആ ചേച്ചി എന്ന് അവിടെ അഡ്രസ്സ് ചെയ്തത്. അതൊരു ദൈവത്തിൻ്റെ ഇടപെടലായിരുന്നു. എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലും ദൈവം ഇങ്ങനെ ഇടപെട്ടിട്ട് അവനത് മനസ്സിലാക്കി തരണമെന്നില്ല. ചിലപ്പോൾ ഇതുപോലെ വീഡിയോസ് ആയിട്ടായിരിക്കും നിങ്ങൾക്കൊരു ബോധ്യമായിട്ട് വരുന്നത്. നിങ്ങൾ ഓർക്കണം, നമ്മുടെ കയ്യിലല്ല കുറേ കാര്യങ്ങളൊന്നും, അല്ലേ? ജീവിതം അങ്ങനെയൊക്കെ നമ്മളോട് പെരുമാറും. ഇപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പം ജീവിതം നിങ്ങൾക്ക് തരുന്ന വേദനകളും വിഷമങ്ങളും മാതാപിതാക്കളിൽ നിന്നുണ്ടായതും മോശം അനുഭവങ്ങളും മുറിവുകളും ഇതെല്ലാം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾ കുട്ടികളോട് ബിഹേവ് ചെയ്യുന്നത് പോലും, നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ ജീവിതത്തെ റിലേഷൻഷിപ്സ്,
നിങ്ങൾ ജോലി തിരഞ്ഞെടുക്കുന്നത്, നിങ്ങൾ ഓരോ ചെറിയ ആക്ഷനുകളെയും ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ ഒരു ഹീലിംഗ് വേണം. ആന്തരികമായ സൗഖ്യം, അതിനാണ് സഭ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ പുറകിലും ഒരു കാരണം ഇതൊക്കെ തന്നെയാണ്. ആന്തരികമായിട്ടുള്ള ഒരു ഹീലിംഗ് കിട്ടണം. ഞാൻ പേടിച്ചത് കൊണ്ട് എനിക്ക് എന്തുണ്ടായി, എനിക്ക് ഈ മോശം എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പേടിച്ചതുകൊണ്ട് ഞാൻ നല്ല ഒരു ഫെമിനിയാനിറ്റി, ഒരു സ്ത്രീ ആയിട്ട് ജീവിക്കാൻ ഞാൻ ഭയപ്പെട്ടു. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വളരെ കെയർലെസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തത്. പക്ഷേ എനിക്ക് സേഫാണ്, കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്, എന്നെ ഞാൻ സംരക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ ഒരു ബോധ്യം കിട്ടിയപ്പോൾ ഞാൻ പതുക്കെ പതുക്കെ എൻ്റെ ആ ഒരു ഫെമിനൈൻ സൈഡിനെ സ്നേഹിക്കാൻ തുടങ്ങി, എന്നെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങി, ഞാനത് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി, നല്ല വസ്ത്രങ്ങൾ ഇടാൻ തുടങ്ങി. സോ എനിക്ക് ഹീലിംഗ് കിട്ടും തോറും എൻ്റെ ബിഹേവിയറിൽ മാറ്റം വരാൻ തുടങ്ങി, എൻ്റെ ആക്ഷനുകളിൽ മാറ്റം വരാൻ തുടങ്ങി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. പ്രവൃത്തികളിൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ അടിത്തട്ടി കിടക്കുന്ന കാര്യങ്ങളാണ്. സോ അവിടെ മാറ്റം വരുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തികളിൽ മാറ്റം വരും. നിങ്ങൾക്ക് ഒരു കാര്യത്തിനെ ഫേസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ എന്തോ കിടക്കുന്നുണ്ട്. അത് നിന്നെ എപ്പോഴും പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുക. അതിനെ തിരിച്ചറിഞ്ഞ് അതിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബിഹേവിയറിലും നിങ്ങളുടെ മനസ്സിലും ഇതുകൊണ്ടാണ് ഇത്, അപ്പോൾ ഞാൻ ഇതിനെ മാറ്റണം. അപ്പോൾ നമ്മൾ മനസ്സിൽ ഡിസിഷൻ എടുത്തു, കോൺഷ്യസ് മൈൻഡിൽ ഡിസിഷൻ എടുത്തു. അങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ആക്ഷനുകൾ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. എനിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ, മറ്റുള്ളവരെ മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനൊക്കെ നമുക്ക് പോകാം. അതൊക്കെ പിന്നെ നിങ്ങൾ ആദ്യം നിങ്ങളെ മനസ്സിലാക്കുന്നത്. നിങ്ങളോട് തന്നെ കരുണ കാണിക്കാതെ നിങ്ങളൊരു മദർ തെരേസയെ പോലെ നാവാൻ പോയിട്ട് കാര്യമില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുകയും കരുണ കാണിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്ത് നിങ്ങൾ ആദ്യം ഹെൽത്തി ആവുക. അതിനുശേഷം നമുക്ക് ലോകത്തെ രക്ഷിക്കാൻ പോകാം. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ആമേൻ.